അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എന്ന് നമ്മൾ ഇസ്ലാമിക് സ്പീച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചാരന്മാരും ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ ഒരാൾ അങ്ങനെ പോയി നബിയുടെ അടുത്ത് പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. അയാളെ വസ്ത്രം മുഷിഞ്ഞ ഒരു വസ്ത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, താങ്കൾക്ക് ഒന്നും കഴിവില്ലേ ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് ഒരു കഴിവില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, താങ്കളുടെ കയ്യിൽ ഒന്നുമില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഉറങ്ങുമ്പോൾ പുതക്കാനുള്ളൊരു പുതപ്പുണ്ട്, വെള്ളം കുടിക്കാനൊരു പാത്രമുണ്ട്, ഇത് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾ അത് പോയി വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ അയാൾ അത് പോയി വീട്ടിൽ കൊണ്ട് എടുത്തു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കൊടുത്തു. അപ്പോൾ നബി ചോദിച്ചു, അതിങ്ങനെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, മൻ യസ്തരി അന്നി, ആരാണ് ഇത് എന്നിൽ നിന്ന് വാങ്ങുക എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ദിർഹമിന് ഞാൻ വാങ്ങാമെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സിയാദ, ആരാ കൂടുതൽ തരികയാണ്. നമ്മൾ ഈ വസ്തുക്കൾ ലേലം ചെയ്യുന്നതൊക്കെ അതിനൊക്കെയുള്ള തെളിവുകൾ ഇതൊക്കെയാണ് കേട്ടോ. ആരതിന് അധികം തരാമെന്ന് ചോദിച്ചപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ 2 ദീനാർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പുതപ്പും മൺപാത്രവും 2 ദീനാറിന് അയാൾക്ക് വിറ്റു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇതുകൊണ്ട് പോയിട്ട് 1 ദീനാറിന് തൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് 1 ദീനാറിന് ഒരു കോടാലി വാങ്ങിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ 1 ദീനാറിന് മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു, 1 ദീനാറിന് കോടാലി വാങ്ങിക്കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കോടാലിക്ക് ഒരു പിടുത്തട്ട് കൊടുത്തു. പ്രവാചകൻ്റെ ഒരു കാരുണ്യപ്രവർത്തനം കണ്ടില്ലേ? പ്രവാചകൻ ആ കോടാലി വാങ്ങി അതിന് പിടിക്കാൻ ആവശ്യം ഒരു പിടുത്തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് പോയി നീ വിറകൊക്കെ ശേഖരിച്ച് കൊണ്ടുപോയി വിറ്റിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വാ എന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വന്നു. ഇയാൾ പോയി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ കോടാലി കൊണ്ട് വിറകുണ്ടാക്കി കൊണ്ടുപോയി വിറ്റ് അത്യാവശ്യം കയ്യിൽ കാശുണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നു. സന്തോഷത്തിൽ തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിൽ നിന്ന് നീ നിൻ്റെ ആ വിറ്റ സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ ഇത്ര ദീനാറിന് വാങ്ങുക. 10 ദീനാർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് വിറ്റ പുതപ്പും അതുപോലെ ആ പാത്രവും വീട്ട് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങുക, ബാക്കി കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കുകയും ചെയ്യുക, ഇനിയും ഈ പ്രവൃത്തി തുടരുക എന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് യാചന ഇസ്ലാം മതം നിരുത്സാഹപ്പെടുത്തുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യാചിക്കാൻ പാടില്ല. അഥവാ ആരെങ്കിലും യാചനയോട് കൂടി നമ്മുടെ അടുത്ത് വന്നാൽ അവനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിരാശപ്പെടുത്താനും പാടില്ല. അവൻ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് നമ്മൾ സഹായിക്കണം. പക്ഷേ ഇത് ഖുർആനിൽ പറഞ്ഞത് എന്താ പറയുക, ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ എന്നാണ്. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഭൂമി ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണത്തിൻ്റെ ബാധ്യത അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു ഭക്ഷണം കണക്കാക്കാത്ത ഒരു ജീവിയും ഈ പ്രപഞ്ചത്തിലില്ല. ചെറിയ ഒരു ഉറുമ്പ് പോലും, ആ ഉറുമ്പിന് പോലും അല്ലാഹു തആല ഭക്ഷണം കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വസ്തുക്കൾക്കുള്ള ഭക്ഷണം ഇവിടെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിക്കുള്ള ഭക്ഷണം അള്ളാഹു ഇവിടെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെന്ത് വേണം, അത് നമ്മൾ തിരഞ്ഞെടുത്ത് അധ്വാനിച്ച് നമ്മൾ കണ്ടെത്തണം. നമ്മളത് അള്ളാഹുവിൽ ഭാരം ഏൽപ്പിച്ചും കൊണ്ടൊന്നും ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് പാടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കേട്ടോ. 2 ഹദീസുമായി നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? മൻ അസാബത്തുഹു ഫാഖത്തുൻ, ഒരാൾക്ക് ദാരിദ്ര്യമുണ്ടായി, വിഷമങ്ങളും ദാരിദ്ര്യമുണ്ടായി, വൻസലഹ ബിന്നാസി, അത് ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നടക്കുക, എനിക്ക് പ്രാരാബ്ധമാണ്, കടാണ്, എൻ്റെ വീട്ടിൽ ഇന്നലെ ഭക്ഷണം ഉണ്ടായിട്ടില്ല, അങ്ങനെ പ്രാരാബ്ധം പറഞ്ഞു നടന്ന ലം തസുദ്ദു ഫാഖത്തു, അവൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരമാവുകയില്ല. നമ്മുടെ രഹസ്യങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞാൽ അതിൽ അവർ ഒരിക്കലും വേദനിക്കുകയില്ല, അതിൽ അവർ സന്തോഷിക്കുകയില്ല. നമ്മൾ പറയുന്നില്ലെങ്കിലും സന്തോഷിക്കുകയുള്ളൂ. നമ്മളെ പ്രശ്നത്തിന് പരിഹാരമല്ല. പ്രശ്നപരിഹാരം അള്ളാഹുവിനോട് മാത്രമാണ് കേട്ടോ. ഒമൻ അൻസലഹാബില്ല, ആരെങ്കിലും അള്ളാഹുവിനോട് പടച്ച റബ്ബേ എനിക്ക് ഇത്ര കടമുണ്ട്, വിഷമമാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, തൊഴിലില്ല എന്നൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞാൽ യൂഷിഖുല്ലാഹു ലഹു
ബിരിസിക്കിൻ, അള്ളാഹു താല അവന് റിസിക്ക് കൊടുക്കുമേന് ആജിലിൻ ഔ അജലിൻ, അതിൻ്റെ അർത്ഥം കേട്ടോ. ആജിൽ പറഞ്ഞാൽ ചിലപ്പോൾ അജൽ, പെട്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് പെട്ടെന്ന് നൽകും. അജൽ എന്ന് പറഞ്ഞാൽ സാവധാനത്തിൽ നൽകും. അപ്പോൾ നമ്മുടെ വിഷമങ്ങളും ദാരിദ്ര്യങ്ങളും പട്ടിണികളും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഒരിക്കലും എന്ത് വിവൽ സമ്പത്ത് കാലഘട്ട വർഷം വന്നാലും ഒരിക്കലും യാചിക്കാൻ പാടില്ല. യാചനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതോടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നബിസ്വല്ലാഹു തങ്ങൾ പറഞ്ഞു, സൗബാറുള്ള റിപ്പോർട്ടാ, മൻ തക്കഫലലി അൻലാ യസ്അലുന്നാസ ഷൈഅൻ, ഞാൻ ഒരാളോടും ഒന്നും യാചിക്കുകയില്ല എന്ന് ആരെനിക്ക് ഉറപ്പ് തരുന്നുവോ അവന് ഞാൻ അത്തക്കഫലു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവന് വാഗ്ദാനം ചെയ്യാൻ. അപ്പോൾ എന്താണ്, ഒരിക്കലും എന്ത് പാടില്ല, നമ്മൾ ഒരിക്കലും തന്നെ യാചിക്കാൻ പാടില്ല. അമ്മ സായില വല തൻഹർന്ന, യാചിച്ച് വരുന്നവനോട് ഒരിക്കലും നമ്മൾ കയർക്കാനോ നിരുത്സാഹപ്പെടുത്താനോ പാടില്ല. എന്തെങ്കിലും കഴിവുള്ളത് അവന് കൊടുത്ത് സമാധാനപ്പെടുത്തിയൂടാ. പക്ഷേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും തന്നെ ഏത് വിഷമഘട്ടങ്ങളും നിങ്ങൾ യാചിക്കരുത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ മലയിൽ പോയിട്ട് ഒരു മഴുവെടുത്ത് കൊണ്ടുപോയി അവിടെ പോയിട്ട് വിറക് കൊണ്ടുവരിക. ഞാൻ യഹ്തബ കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യഹ്തബ അഹദക്കും ഹുസുമത്തും അലാ ദഹരി, മലയിൽ പോയിട്ട് ഈ സഹാബിക്ക് പറഞ്ഞിടത്തതുപോലെ ഒരു കെട്ട് വിറക് മലയിൽ പോയി കെട്ടി ചുമലിൽ വെച്ച് കൊണ്ടുവന്ന് അത് വിറ്റ് എടുത്ത് ഖൈറു ലഹു അൻ മിൻ അൻ യസ്അല അഹദൻ, ആരോടെങ്കിലും യാചിക്കുന്നതിനേക്കാൾ നല്ലത് മലയിൽ പോയിട്ട് വിറക് കൊണ്ടുവന്ന് വിറ്റ് ജീവിക്കുക. എന്നാലും യാചിക്കാൻ പാടില്ല. ഫയഉതീഹു ഔ യംനഹു, ചിലപ്പോൾ ചോദിച്ചാൽ തരും, അല്ലെങ്കിൽ തരൂല. തന്നാലാവട്ടെ തന്നില്ലെങ്കിലാവട്ടെ ഒരിക്കലും തന്നെ എന്ത് പാടില്ല, നമ്മൾ മറ്റൊരുത്തനോട് യാചിക്കാൻ പാടില്ല. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാം യാചനയെ നിരുത്സാഹപ്പെടും. ചില സ്ഥലങ്ങളൊക്കെ കാണാം യാചന നിരോധന മേഖല എന്നുണ്ടാവും, യാചിക്കാൻ പാടില്ല. യാചിച്ചതിൻ്റെ പ്രത്യേകം എന്താ പറയുക, നിങ്ങൾ ലാ തസാലുൽ മസ്സലത്ത ബി അഹദിക്കും, നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഹത്താ യുൽഖല്ലാഹു തആല, അള്ളാഹനെ നമ്മൾ കണ്ടുമുട്ടുക. വലൈസഫി വജ്ഹി മുസ്അത്തുൽ അഹ്മൽ, മാംസമില്ലാത്ത മുഖം, യാചകൻ്റെ മുഖത്ത് മാംസം ഉണ്ടാവില്ല, മാംസമില്ലാത്ത രൂപത്തിലാണ് അവൻ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുക. മനസ്സിലായിക്കോളിയും. സ്വലം ഒരിക്കലും ഹദീസിൽ പറഞ്ഞെടുക്കുക, ഖദ് അഫ്ലഹ മൻ അസ്ലമ എന്ന്. ഖദ് അഫ്ലഹ മൻ അസ്ലമ വെച്ചാൽ മുസ്ലിമായ ഒരു മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു. എന്താണ് സ്വഭാവം, എങ്ങനെയാണ്, വറുസിക്ക കഫാഫൻ, അവൻ ജീവിക്കാൻ വേണ്ടി അത്യാവശ്യം ഭക്ഷണം കഴിക്കുക, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. ചില ആൾക്കാർ ഭക്ഷിക്കുന്ന കണ്ടാകുമ്പോൾ തോന്നുന്നു തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ്. തിന്നാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടത്, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ജീവൻ നിലനിർത്താൻ, അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ജീവിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആര് അത്യാവശ്യം ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ കന്നഹുല്ലാ ബിമാത്താഹു, അള്ളാഹു ഓൻ എന്താണോ നൽകിയത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്തവൻ അത് അഫ്ലഹ, അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും യാചനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ തഴമ്പ് കണ്ടു. തഴമ്പ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിച്ചിട്ടാണ് കയ്യുമ്മ തഴമ്പ്. പ്രവാചകൻ ഈ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന കൈ എന്ന് വെച്ചാൽ കൈ മാത്രം സ്വർഗത്തേക്ക് പോവില്ല, സ്വർഗത്തിൽ പോകുന്ന ഒരു വ്യക്തി കണ്ടോ, അവൻ്റെ കൈ കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് കയ്യിൽ തഴമ്പുണ്ടായിരിക്കുന്നത്. ഇതിന് സ്വലാസ്ലം ഹദീസും പറഞ്ഞു, മൻ മാത്ത തയബൻ കസുബൽ ഹലാലി വല്ലാഹു അൻഹു റാഹിം, കുടുംബത്തെ പോറ്റാൻ വേണ്ടി കുടുംബം പുലർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിതനായി ഒരുത്തൻ മരിച്ചാൽ അള്ളാഹു അവനെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്രയും പുണ്യമുള്ള കാര്യമാണ് കുടുംബം പുലർത്താൻ വേണ്ടി അധ്വാനിക്കുക. അതും സൽക്കർമ്മമാണ്, സദക്കയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റൊരുത്തിനോട് നിങ്ങൾ പറയരുത്. ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുന്നത്, നമ്മളെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരുത്തിനോട് പറയുന്നത് പരിഹാരമല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അജിൽ പെട്ടെന്ന് ഉത്തരം, ചിലപ്പോൾ അജിൽ ഒന്ന് വൈകിച്ചിട്ടേലും അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ യാചിച്ച് വരികയാണെങ്കിൽ അവനോട് കയർക്കാനോ ചോദ്യം ചെയ്യാനോ പോകരുത്.
കൗലും മഅറൂഫും ഖൈറും മിൻ സദഖത്തി. നിങ്ങൾ എന്തെങ്കിലും സദഖ കൊടുക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുക, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. അല്ലാഹു തആല അത്തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെയും തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അന്തസ്സിലും അഭിമാനത്തിലും ഇസ്സത്തിലും ജീവിക്കുവാനും അവസാനം ഈമാൻ കെട്ടി ഭരിക്കുവാനും നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.